ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ തങ്ങളുടെ മുന്നിൽ വെച്ച് കരഞ്ഞപ്പോ ആകാശങ്ങളും മലക്കുകളും കരഞ്ഞുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ കണ്ട് കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, നബിയേ അബൂബക്കറിനോട് പറയൂ കരയല്ല, ആ 5 കടമ്പകൾ കടന്നു പോകാൻ അതേ അതിന് വഴിയുണ്ട്. അതേ അറബികളിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ടില്ലേ, ഏത് രോഗത്തിനും മരുന്നില്ലേ, അതേ മരണമല്ലാത്ത രോഗങ്ങൾക്കൊക്കെ മരുന്നില്ലേ, അതുപോലെ ഈ 5 കടമ്പകൾ കടന്നു പോകാനും അതിന് വഴിയുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും സുബ്ഹി നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുബ്ഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ അവന് മരണം എളുപ്പമാണ്, മരണത്തിന്റെ ആ റൂഹ് പിടിക്കലും എളുപ്പമാണ്. ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, എന്ത് ക്ഷീണമുണ്ടെങ്കിലും എന്ത് ജോലിയുണ്ടെങ്കിലും എപ്പോൾ വന്ന് കിടന്നതാണെങ്കിലും സുബഹിയൊന്ന് ആകാതെ നിസ്കരിക്കൂ. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആ റബ്ബുൽ ഫലഖ് എന്ന് പടച്ച റബ്ബ് പറയാൻ തന്നെ കാരണം അതിൽ സുബ്ഹി സമയം പ്രത്യേകം പരാമർശമാണ്. കാരണം സുബ്ഹിന്റെ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. സുബ്ഹിന്റെ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയം അല്ലാഹു തആല എല്ലാ നന്മകളും ബറക്കത്തുകളും ഇറക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങേണ്ട സമയമല്ല. യജമാനനായ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കേണ്ട സമയമാണ്. സർവ്വ പള്ളികളിലും മൈക്കുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ബാങ്ക് വിളിക്കുന്നവന് ശമ്പളം കൊടുക്കുന്നവൻ പോലും ചിലപ്പോൾ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നില്ല, പള്ളിയിലെത്തിച്ചേരുന്നില്ല. സങ്കടമല്ലേ? സുബ്ഹി ഖളാകാതെ നിസ്കരിക്കാനുള്ളൊരു സന്മനസ് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹി ഖളാകാതെ നിസ്കരിക്കുന്നവന് വലിയ സംരക്ഷണം കൊടുക്കുമെന്നാണ് ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. കൂട്ടത്തിൽ മരണത്തിന്റെ വലിയ വ്യാകുലത, മരണത്തിന്റെ വലിയ വലിയ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം സുബ്ഹി ഖളാകാതെ നിസ്കരിക്കലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, രണ്ടാമതായി ഒരു മനുഷ്യൻ ഇശാഇ നിസ്കാരം കൃത്യത്തിന് നിർവഹിച്ചാൽ നരകത്തിന്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്ന ആ വളരെ മൂർച്ചയുള്ള വളരെ നേരിയ പാലമില്ലേ, അതിന്റെ മേലെ കൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്നു. അതെ, പിന്നെയും പറയുന്നു, വല്ലവനും ദുഹ്ർ നിസ്കാരം നിർവഹിച്ചാൽ അവന് ഖബറിലെ ഇടുക്കത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു, ഖബറിൽ സൗഖ്യം ലഭിക്കുന്നു. ആരെങ്കിലും നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി എളുപ്പം കിട്ടുന്നു. അവരുടെ ഗൗരവം അവനൊരു പ്രശ്നമാകുന്നില്ല. വല്ലവനും മഗ്രിബ് നിസ്കാരം കൃത്യത്തിന് നിസ്കരിച്ചാൽ അവന്റെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ അവന്റെ നന്മക്കഥ നല്ല തൂക്കം കിട്ടുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഏതൊരു മനുഷ്യനും കടന്നു പോകാനുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പൊട്ടിക്കരയിച്ച 5 കടമ്പകൾ കടക്കാൻ ഈ 5 നിസ്കാരം കൃത്യമായി നിസ്കരിക്കൂ മുസ്ലിമേ. അതിന് തയ്യാറുള്ളവർക്കല്ലേ ഖുർആനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം, ഖുർആനിന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, അല്ലദീന യുഖീമൂന സ്വലാത വയുതൂന. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
പഴം